വെള്ളക്കെട്ട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 13 രോഗികളാണിപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 5 പേരുടെ നില കുറച്ച് ഗുരുതരമായ അവസ്ഥയിലാണ്. 70% കൂടുതൽ പൊള്ളൽ ഏറ്റിട്ടുണ്ട്. അതുപോലെ ഡെത്തായിട്ട് വന്നിട്ടുള്ളത് 12 ബോഡികളാണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്. അതിൽ ചിലത് ബോഡി പാർട്സുകളായിട്ടാണ് ലഭ്യമായിട്ടുള്ളത്. എങ്കിലും 12 പേരാണ് ഇപ്പോൾ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന രോഗികളുടെ സമ്പർക്കത്തിന് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു കൺട്രോൾ റൂമുണ്ട്. ആ കൺട്രോൾ റൂമിൻ്റെ നമ്പർ ഇപ്പോൾ പറയാം. 8075011853. ഒന്നുകൂടി ആ നമ്പർ പറയാം. 8075011853. 8075011853. ഇതാണ് മെഡിക്കൽ കോളേജിൽ ഈ ബേൺസിനോടനുബന്ധിച്ചിട്ടുള്ള കൺട്രോൾ റൂമിൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ രോഗാവസ്ഥയിൽ കിടക്കുന്ന രോഗികളുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. 13 പേരിൽ 5 പേരുടെ നില ഗുരുതരം. 70% ഉണ്ട്. മുകളിലാണ് സീരിയസ്. അവരെല്ലാവരും സീരിയസ് ഇഞ്ചുറീസ് ആണ്. ഒരു ആള് മാത്രം വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. 90% മുകളിൽ പൊള്ളലുള്ള ഒരാൾ ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണുള്ളത്. ബാക്കിയുള്ളവർ എല്ലാവരും ബേൺസ് ഐസിയുവിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബേൺസ് ഐസിയുവിൽ വിദഗ്ധ ചികിത്സ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാ ആൾക്കാരുടെ ബേൺസ് ഐസിലുള്ള എല്ലാവരുടെയും നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പേഷ്യൻസ് ആയിട്ട് വന്നവരെയൊക്കെ പേരുകൾ വിവരങ്ങൾ നമ്മുടെ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ചു വന്നവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിട്ടില്ല. അത് ഐഡന്റിഫിക്കേഷൻ ചെസ്റ്റ് ഇഞ്ചുറീസ് ഉള്ളവരുണ്ട്, ബോൺ ഇഞ്ചുറീസ് ഉള്ളവരുണ്ട്. പൊള്ളലിൻ്റെ കൂടെ തന്നെ മറ്റ് അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചിട്ടുള്ള ആളുകളാണ്. ബ്ലാസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള ഇഞ്ചുറീസ് അതെ ഉണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഇൻക്ലൂഡിങ് വെന്റിലേറ്റർ, കോമൺ ആയിട്ടുള്ള ഐസൊലേറ്റഡ് വാർഡ്സ് ഉണ്ട്, ബേൺസ് ICU ഉണ്ട്, ബാക്കി ഐസൊലേഷൻ വാർഡ്സ് ഉണ്ട്. റെഡ് സോൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബേൺസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എസ്കലേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. പിന്നെ അല്ലേ, ഒരു കേന്ദ്രീകൃതമായിട്ട് ബേൺസ് യൂണിറ്റ് ഉള്ളൊരു കോളേജാണ്. നമുക്ക് 3 പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട്, ഞങ്ങൾ 26 സർജൻസ് ഉണ്ട്, ബാക്കി ഇൻറ്റൻസിവിസ്റ്റ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അക്യൂട്ട് കെയർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ 5 പേരുടെ നില ഗുരുതരാവസ്ഥയിലാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇടപെട്ടിട്ടുണ്ട്. അവർ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ടീം എല്ലാവരും ആക്ടിവേറ്റഡ്. ടീം തലത്തിലും പുതിയ മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അറിവിലില്ല. എല്ലാവരും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പേഷ്യൻസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിരുന്നു. റെഡ് സോണിലുള്ള പേഷ്യൻസിനെ മൊബിലൈസ് ചെയ്ത് മറ്റ് സൂപ്രണ്ട് നേതൃത്വത്തിൽ മറ്റ് സ്ഥലങ്ങളിലോട്ട് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്സ് നടത്താൻ മാറ്റി. പ്ലാസ്റ്റിക് സർജറി ടീമിന്റെ നേതൃത്വത്തിൽ ബേൺസ് യൂണിറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ടീം DMOന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം അവിടെ തന്നെയുണ്ട്, ഫീൽഡിലുണ്ട്. ഡോക്ടർ ശ്രീദേവിയുടെ നേതൃത്വത്തിൽ അവർ അവിടെയുണ്ട്. പക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയുന്നില്ല. ബിക്കോസ് ഇവിടെ വന്നതിൽ 5 പേര് വളരെ സീരിയസ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുൾ ടീം ആയിരുന്നു. പിന്നെ DMOയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്തെങ്കിലും സഹായങ്ങൾ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ടീമിനെ വിടാനും തയ്യാറാണ്. നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒന്ന് സ്ക്രോൾ ചെയ്തോളൂ. കൺട്രോൾ റൂം ഇവിടെ PRO ആക്ടിവേറ്റഡ് ആണ്, PRO ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പം നിങ്ങൾ കൊടുത്താൽ തന്നെ ഒരു വിധം വിവരങ്ങളൊക്കെ അറിയാം. 8075011853